ത്രിയേക ദൈവത്തിന് സ്തുതി. മലങ്കര സഭയിലെ പുരാതനമായ ദേവാലയമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാൾ ഒക്ടോബർ 2, 3 തീയതികൾ നടക്കുകയാണല്ലോ. പരിശുദ്ധ ബസേലിയോസ് എൽദോ ബാവയുടെ ഓർമ്മ പെരുന്നാളായി വളരെ കാലങ്ങളായിട്ട് നടത്തപ്പെടുന്ന ഈ പെരുന്നാൾ നാനാജാതി മതസ്ഥർക്ക് ഏറ്റവും അനുഗ്രഹകരമായ ഒരു ദിവസമായിട്ട് പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. പെരുന്നാളിന്റെ ചടങ്ങുകൾ എല്ലാ വർഷത്തേക്കായാലും ഒരുപക്ഷെ കുറച്ചും കൂടി ഭംഗിയായും ഓരോ വർഷവും നടത്തുന്നതനുസരിച്ച് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സെപ്റ്റംബർ 26 തീയതി കൊടിയേറ്റോടുകൂടി ആരംഭിച്ചതായ പെരുന്നാൾ ശുശ്രൂഷകള് തുടർന്നുള്ളതായ ദിവസങ്ങളിൽ വിശുദ്ധ 3 മേൽ കുർബാനകൾ നടക്കുന്നു. ഇന്നേ ദിവസം 30 തീയതി സ്വിച്ച് ഓൺ കർമ്മം, ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കുന്നു. അതോടൊപ്പം തന്നെ പ്രവാസി കൂട്ടായ്മ പ്രത്യേകമായി നടത്തുന്ന അങ്ങാടി ചുറ്റിയുള്ളതായ ബാൻഡ് മേളം ഇന്ന് നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തുടർന്നുള്ളതായ ദിവസങ്ങളിൽ ഏറ്റവും ഭംഗിയായി പെരുന്നാളിന്റെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് ശ്രമിക്കുന്നു. 2 തീയതി വൈകിട്ട് കൃത്യം 5 മണിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു പദയാത്ര 6 മണിയോടുകൂടി പഴഞ്ഞി പള്ളിയിലേക്ക് എത്തിച്ചേരുന്നതും ആ പദയാത്രയെ സ്വീകരിക്കുന്നതും അതിനുശേഷം സന്ധ്യ നമസ്കാരം ആരംഭിക്കുന്നതുമാണ്. മലങ്കര സഭയിലെ പിതാക്കന്മാരായ അഭിയന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമനസുണ്ട്, അഭിയന്യ ഡോക്ടർ ജോഷോ മാർ നിക്കോദീമോസ് തിരുമനസുണ്ട്, അഭിയന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമനസുണ്ട്, അഭിയന്യ ഗീവർഗീസ് മാർ ബക്കോമിയോസ് തിരുമനസ്, അഭിയന്യ സക്രിയാസ് മാർ സേവരിയോസ് തിരുമനസ് എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിലും വൈകിട്ടത്തെ സന്ധ്യ നമസ്കാരം 2 തീയതി നടത്തപ്പെടുന്നു. അതിനുശേഷം അങ്ങാടിയുട്ടിയുള്ളതായ പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, ഈ പരിപാടികളോടുകൂടി അന്നത്തെ ദിവസത്തെ പെരുന്നാൾ ശുശ്രൂഷകൾ അവസാനിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ 6:30 ഒന്നാമത്തെ വിശുദ്ധ കുർബാന വന്യനായ ബെന്യാമിൻ തോമസ് റമ്പാച്ചന്റെ മഹനീയമായ കാർമ്മികത്വത്തിൽ 3 മേൽ കുർബാന നടത്തപ്പെടുന്നു. 7:30 വലിയ പള്ളിയിൽ വിശുദ്ധ അഞ്ചന്മേൽ കുർബാനയിൽ പിതാക്കന്മാരുടെ മഹനീയമായ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ്. വൈകിട്ട് 4 മണിക്ക് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും അതോടൊപ്പം തന്നെ നേർച്ച സദ്യയോടും കൂടി പെരുന്നാൾ ശുശ്രൂഷകൾ പര്യവസാനിക്കുന്നതാണ്. പരിശുദ്ധ ബസേലിയോസ് എൽദോ പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കോണം എല്ലാവരെയും ഭക്തിയുമായിട്ട് സ്വാഗതം ചെയ്യുന്നു.